ഇരിക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ. പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് അൻവറുമായി ബന്ധപ്പെട്ടാണ്. ഞങ്ങൾക്ക് കൂട്ടായ ഒരു തീരുമാനം എടുക്കണമല്ലോ, UDF കൂട്ടായ ഒരു തീരുമാനം എടുക്കണമല്ലോ. നാളെ വൈകുന്നേരത്തോടു കൂടി ഞങ്ങളെല്ലാവരും കൂടി കൂട്ടായി ആലോചിച്ച് ഈ വിഷയത്തിൽ UDF ഒരു തീരുമാനം എടുക്കും. നാളെ വൈകുന്നേരത്തോടു അത് നാളെ വൈകുന്നേരത്തോടു കൂടി എന്ന് പറയുമ്പോൾ പിന്നെ എല്ലാ ലീഡേഴ്സിനോടൊക്കെ സംസാരിച്ചിട്ട് നമുക്ക് എന്താണ് ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്ന് തീരുമാനിക്കണ്ടേ. അതിന് മുമ്പ് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. ശരി, ശ്രീ CK ഷാക്കിർ, PK കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ലീഗിന് ഇതിൽ വലിയ താല്പര്യമുണ്ട് എന്ന് തന്നെയാണല്ലോ മനസ്സിലാക്കേണ്ടത്. PV അൻവർ കൂടിയേ തീരൂ എന്നാണല്ലോ ലീഗിന്റെ നിലപാട്. ഈ വിഷയം ഇപ്പോൾ നിലമ്പൂരിൽ അൻവറെ കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു നിങ്ങൾ തന്നെയാണ്. നേതാക്കളെല്ലാം വന്ന് അൻവറിന്റെ കാര്യം ചർച്ച ചെയ്യുകയാണ്. അത് കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞല്ലോ, ഞങ്ങളെല്ലാം കൂടിയാലോചനകൾ നടത്തി. ഉച്ചയ്ക്ക് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നു വൈകിട്ട് എല്ലാ നേതാക്കളും നിലമ്പൂരിലുണ്ട്, ഞങ്ങളൊരു കൂടിയാലോചന നടത്തുമെന്ന്. ഇന്ന് തീരുമാനമായിട്ടില്ല. ഇനി നാളെയും അജണ്ട ഇതാണ്, ഈ അൻവർ വിഷയമാണ്. ഇത്രമാത്രം നിങ്ങളുടെ തല പുണ്ണാക്കുന്ന എന്താണ് ഈ അൻവറിലുള്ളത്? അല്ല, UDF ലീഡർഷിപ്പോ UDF പ്രവർത്തകരോ തല ഉണ്ടാക്കണില്ല. അത് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ, നിങ്ങൾ നോക്കി നിലമ്പൂരിലേക്ക് പോയി നോക്കി. ഇന്ന് പഞ്ചായത്ത് കൺവെൻഷനുകള്, അവിടെ മറ്റു തരത്തിൽ പ്രചരണ പ്രവർത്തനങ്ങള്, നേതാക്കന്മാര് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടില്ലേ? നിങ്ങളിങ്ങനെ അൻവറിന്റെ പിന്നാലെ പോകേണ്ട കാര്യം. അൻവറിന്റെ കാര്യത്തിൽ നാളെ തീരുമാനമെടുക്കും, അല്ലെങ്കിൽ നാളെ തീരുമാനം ഉണ്ടാകുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു. അത് VD സതീശൻ ശരിവെക്കുകയും ചെയ്തു. അത് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് UDF മുന്നണിയിലേക്ക് ഏതെങ്കിലും ആളുകൾ വരുന്നത് സ്വാഭാവികമായും ജനാധിപത്യ സംവിധാനം സ്വാഗതം ചെയ്യും. ആ സ്വാഗതം ചെയ്യാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. അത് ചർച്ച നടക്കും. ആ ചർച്ച ജനാധിപത്യ മാർഗത്തിൽ നമുക്കറിയാമല്ലോ നല്ലതാണ്. അല്ലാണ്ട് CPM പോലെ പിണറായി അടിച്ചേൽപ്പിക്കുന്ന ഒരു നയപരിപാടി UDF നിങ്ങൾ ഇന്നത്തെ UDF പഞ്ചായത്ത് കൺവെൻഷൻ നിങ്ങൾ കണ്ടോ? അല്ലെങ്കിൽ നേതാക്കന്മാരുടെ അവിടുത്തെ പ്രവർത്തനങ്ങൾ കണ്ടോ? UDF തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞു. അതിന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോ ഒരു ചെറിയ അപശബ്ദം പോലും കോൺഗ്രസിനകത്ത് നിന്നോ മറ്റ് UDF നിന്നോ വരാത്ത രീതിയിലുള്ള ഒരു നല്ല തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കമാണ്, സ്റ്റാർട്ടിംഗ് ആണ് UDF നിലമ്പൂരിൽ കിട്ടിയിട്ടുള്ളത്. പലരും പറഞ്ഞു, നിങ്ങൾ അതിന് മുമ്പ് ന്യൂസ് 18 ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ച ചെയ്തിരുന്നത് അവിടെ ജോയി ആണെങ്കിൽ ആര്യാടൻ പ്രശ്നം ഉണ്ടാക്കും, ആര്യാടൻ ഷൗക്കത്താണെങ്കിൽ ജോയി പ്രശ്നം ഉണ്ടാക്കും, അല്ലെങ്കിൽ മറ്റാൾ കുഴപ്പം ഉണ്ടാക്കും നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ. ഏതെങ്കിലും ഒരാൾ ആര്യാടൻ ഷൗക്കത്തിന് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്ത VS ജോയിയെ നമ്മൾ കണ്ടതല്ലേ? നിങ്ങൾ എത്ര ദിവസം ചർച്ച ചെയ്തു? അതേപോലെ തന്നെ നിങ്ങൾ ഇന്നും ഇന്നലെയും മെനയാൻ നടത്തിയിട്ടുള്ള ചർച്ച അത് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്ന രീതിയിലാകും. നിങ്ങൾ കണക്ക് കൂട്ടുന്നത് പോലെ, അല്ലെങ്കിൽ അൻവർ വല്ലപ്പോഴും വിളിച്ചു പറയുന്ന ചില കാര്യങ്ങൾ അതെല്ലാം ശരിയാണെന്ന് നിങ്ങൾ ധരിച്ചു വെച്ചാൽ പിന്നെ നമുക്കൊന്നും പറയാനില്ലല്ലോ. ഇതിന്റെ കാര്യമായ കാര്യങ്ങളൊക്കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ കൃത്യമായി പറഞ്ഞു. പക്ഷേ ഈ അൻവർ പറയുന്നതൊക്കെ UDF-നെതിരായിട്ടാണ്. അല്ല ഷാക്കിർ, മാധ്യമങ്ങളെ താങ്കൾ കുറ്റപ്പെടുത്തുമ്പോൾ അൻവർ പറയുന്നതൊക്കെ UDF-നെതിരായും നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിക്കെതിരായും UDF ചെയർമാനെതിരെയുമാണ്. ലീഗിനെ കുറ്റപ്പെടുത്തുന്നില്ല, ശരിയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും അദ്ദേഹം ആരാധിക്കുന്നത് PK കുഞ്ഞാലിക്കുട്ടിയെയും പാണക്കാട് തങ്ങളെയുമാണെന്നൊക്കെയാണ് PV അൻവർ പറയുന്നത്. പക്ഷേ അദ്ദേഹം കുറ്റം പറയുന്നത് മുഴുവൻ VD സതീശൻ എന്ന UDF ചെയർമാനെയാണ്, പ്രതിപക്ഷ നേതാവിനെയാണ് അദ്ദേഹം കുറ്റം പറയുന്നത്. ഇങ്ങനെ കുറ്റം പറയുന്ന ആൾക്ക് വേണ്ടി വീണ്ടും എന്തിനീ ചർച്ചകൾ എന്നാണ് ചോദിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്ത് LDF സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ ആഗ്രഹിച്ച ആളാണ്, ചർച്ച നടത്തിയ ആളാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥി ഇപ്പോൾ കളത്തിലാണ്. ആ സ്ഥാനാർത്ഥിക്കെതിരെ ഇങ്ങനെ തുടർച്ചയായിട്ട് വിമർശനം ഉന്നയിക്കുന്ന ആളുടെ പുറകെ നിങ്ങൾ എന്തിനു നടക്കണം? അയാൾക്ക് വേണ്ടി എന്ത് നിങ്ങൾ സമയം മെനക്കെടുത്തണം? അല്ല, അതിന് നിങ്ങൾ വല്ലാണ്ട് ബേജാറാവേണ്ട കാര്യമില്ല. കാരണം എന്താ അറിയോ, ഐക്യജനാധിപത്യ മുന്നണി നിലമ്പൂരിൽ അല്ല, ഒരു മിനിറ്റ് ഞാൻ നേരത്തെ ജക്സാർക്ക് പറഞ്ഞ കേട്ട് 23-ാം തീയതി റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്കറിയാം ഇന്ത്യൻ ഐക്യജനാധിപത്യ മുന്നണി എങ്ങനെ വിജയിക്കുമെന്ന്. അത് കേരളത്തിലെ അടുത്ത പൊതു തെരഞ്ഞെടുപ്പിനുള്ള ഒരു മുന്നോടിയായി ഈ ദുർഭരണത്തിനെതിരുള്ള വിധിയെഴുത്താകും. അതാണ് സത്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. പിന്നെ അൻവറിനെ പോലെ, അൻവർ CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 9 വർഷത്തെ MLA ആയിരുന്നു. അദ്ദേഹമാണ് നിലവിൽ അവിടെ രാജിവെച്ചത്. ആ രാജിവെച്ചതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പൊ അദ്ദേഹം പിണറായി വിജയനെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് ഈ രാജി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് UDF വരാൻ താല്പര്യമുണ്ടെങ്കിൽ സ്വാഭാവികം ചർച്ച നടത്തില്ലേ? ഇത് ജനാധിപത്യ സംവിധാനത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനമാക്കി എടുക്കണ്ടേ? അതിന് പലതരത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവൂലേ? അത് ചർച്ച ചെയ്യുന്നതിനെ നിങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ നാളെ വൈകുന്നേരം ആകുമ്പോൾ നിങ്ങൾക്ക് ഇതിന് വ്യക്തത വരും. പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിങ്ങൾക്കറിയാലോ, ലീഡർ കരുണാകരനൊപ്പം വളരെ കൃത്യമായി വളരെ മനോഹരമായി നമ്മളൊക്കെ ഊഹിക്കുന്നതിനപ്പുറത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മിടുക്കനായ കേരളത്തിൽ ചാണക്യനാണ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അദ്ദേഹം നാളെ എന്ന് പറഞ്ഞാൽ നാളെ അത് തീരുമാനമായിരിക്കും.
ആ തീരുമാനത്തിന് പുറത്ത് UDF വലിയ വിജയം നേടും. നമ്മള് ജനങ്ങളെ ബാധിക്കുന്ന വിഷയം ഒക്കെ മറച്ചു വെക്കാം. എനിക്കിപ്പോ ചെറിയൊരു സംശയമുണ്ട് ബഞ്ചിത്തെ. നിങ്ങൾ നിരന്തരമായി 3ാമത്തെ ദിവസമാണ് ഇതേ ചർച്ച എടുക്കുന്നത്. ചർച്ച ചെയ്യാൻ നമുക്ക് നല്ലതാണ്, ജനങ്ങൾ കേൾക്കട്ടെ. പ്രധാനപ്പെട്ട വിഷയങ്ങൾ അവിടെ ഇന്നും അവസാനം ഇപ്പോ CPM എത്തിയിട്ടുള്ളത് ഒരു ഡോക്ടറെ കിട്ടുമോ എന്ന് ശരിയാണ്. ജോ ജോസഫിനെ പിടിച്ച് തൃക്കാക്കരയിൽ, സരിനെ പിടിച്ച് പാലക്കാട്ട്, ഇനി ഏതോ ഒരു ഡോക്ടറെങ്കിലും കിട്ടുമോ എന്ന് തെരഞ്ഞു നടക്കുകയാണ്. നിങ്ങൾക്ക് എന്താ? അത് ശരിയാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. മാത്രമല്ല PV അൻവർ മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് CPM ഉം LDF ഉം കാത്തിരിക്കുന്നത്. സംശയമില്ലാത്ത കാര്യമാണ്. PV അൻവർ മത്സരിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ആളെ കണ്ടെത്തുക എന്നുള്ളതാണ് CPM നിലപാട്. നമുക്കറിയാമല്ലോ, നമുക്കറിയാം. അല്ല, ഒരു മിനിറ്റ്. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് മലപ്പുറത്ത് സഖാവ് കുഞ്ഞാലിയായിരുന്നു. ആ കുഞ്ഞാലി ജയിച്ച മണ്ഡലത്തില്, അല്ലെങ്കിൽ അതിനുശേഷം 5 തവണ CPM ആളുകൾ വിജയിച്ച മണ്ഡലത്തിൽ മത്സരിക്കാൻ പോലും ധൈര്യമില്ലാതെ ഭീരുക്കളായി M സ്വരാജിന്റെ നിയോജക മണ്ഡലത്തിൽ CPM ഒളിച്ചോടുകയാണ്. എന്നിട്ട് അത് ചർച്ച ചെയ്യാൻ എന്താണ് ചാനൽ താല്പര്യമില്ല. അത് നിങ്ങൾ ഈ ആവശ്യമില്ലാതെ ഈ അൻവറിന് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ്. ഈ അൻവറിനോട് പോയി പണി നോക്കാൻ നിങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ അവിടെ അവസാനിച്ചേനെ. ആദ്യ ദിവസം അങ്ങനെ ഉണ്ടായിരുന്നു. ഇനി അൻവറിന് നിങ്ങൾ വഴങ്ങുകയാണെങ്കിൽ അത് VD സതീശന് വ്യക്തിപരമായി പറ്റുന്ന ഒരു കോട്ടം കൂടിയായി മാറും. കാരണം അത്ര കണ്ടാണ് VD സതീശനെ പരിഹസിച്ചിരിക്കുന്നത് ഇദ്ദേഹം, ഈ അൻവർ എന്ന് പറയുന്നയാൾ. അല്ല, നിങ്ങൾ നോക്ക്, ഈ അൻവർ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ ദിവസം ചർച്ച ചെയ്യാൻ പറ്റുമോ? ഒരു മനുഷ്യൻ ആ സമയത്ത് എന്താണ് അഭിപ്രായം അദ്ദേഹം അത് പറയുന്നു. അത് നമുക്ക് ഓരോ രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും മറ്റാൾ ക്രെഡിബിലിറ്റി ഇല്ലേ? ആ ക്രെഡിബിലിറ്റി സമൂഹത്തിന് അറിയാമല്ലോ. അൻവർ എന്ത് പറയുന്നു എന്നല്ല. അൻവർ ഈ തെരഞ്ഞെടുപ്പ് UDF-നൊപ്പം നിന്നാൽ കുറച്ചും കൂടി ഈസിയായി UDF-ന് വിജയിക്കാം, അല്ലെങ്കിൽ UDF വലിയ വിജയം നേടും. ആ കാര്യത്തിൽ നാളെ തന്നെ തീരുമാനമാകും. മറ്റൊരു കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ മറച്ചു പിടിക്കാൻ നിങ്ങളെ പോലെയുള്ള ചാനലുകൾ ശ്രമിക്കുന്നുണ്ടോ? താങ്കൾ ആ ഒരു കാര്യം പറയരുത്. ആര് അങ്ങനെ പറഞ്ഞു എന്നാണ്. അല്ലല്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയരുത് താങ്കൾ. ഇനിയിപ്പോ നാളെ ഒറ്റ മിനിറ്റ്, നാളെ അൻവറുമായിട്ട് വിഷയം തീർന്നാൽ മറ്റന്നാൾ നിങ്ങൾ പുതിയ ആളുകളെ സമീപിക്കാൻ വേണ്ടി ചിലപ്പോൾ UDF തീരുമാനിക്കും. എന്തിനാണ്? ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ പരമാവധി വോട്ടുകൾ ശേഖരിക്കൂലേ? അത് ജനാധിപത്യ സംവിധാനം തെരഞ്ഞെടുപ്പ് സംശയമില്ലാത്ത കാര്യമാണ്. ശ്രീ ഷാബു പ്രസാദ്, ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത്